ഞങ്ങൾ ചെങ്ങന്നൂർ മേരിമാത ഇടവകക്കാരാണ്. ഇവിടെ തുടർച്ചയായിട്ട് ഏകദേശം ഒരു കൊല്ലം ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥനയിൽ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാനായിട്ട് വരും. ഞങ്ങൾക്ക് 2 കുട്ടികൾ, ഒരാളെ അതിൽ മൂത്ത മകൻ BDS കഴിഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് BDS കഴിഞ്ഞിട്ട് കാനഡയിലെ പഠനത്തിനായി പോയി. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴാണ് അവിടുത്തെ നിയമങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ 1ാമത്തെ റാങ്കോടുകൂടി ജയിച്ചതായിരുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും നമ്മുടെ ഡിഗ്രിക്ക് വേറെ അവിടെയും പല നിയമങ്ങളുണ്ട്. അപ്പോൾ ആദ്യം PR ലഭിക്കാനായിട്ടൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മുന്നോട്ടങ്ങനെ പോകുമെന്നൊന്നും അറിയാപ്പോൾ ഞങ്ങളുടെ പെങ്ങളെ മാന്നാനത്ത് വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞു, മല്ലപ്പള്ളിയിൽ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, നിങ്ങളിവിടെ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ചെങ്ങന്നൂരുള്ള ഞങ്ങളിവിടെ വരാനിടയായത്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ലേബർ വിസ, PR, പിന്നെ അതുപോലെ അവിടെ അഡ്മിഷൻ കിട്ടുക. 50 പേർക്ക് ഇൻ്റർവ്യൂ നടത്തിയതിൽ ആകെ 10 പേരെയാണ് അവർ 3rd ഇയർ BDSനായിട്ട് ഇപ്പോഴേ കാനഡയിലെടുത്തത്. അപ്പോൾ അതിൽ മകന് അഡ്മിഷൻ കിട്ടുകയും പിന്നെ പഠനത്തെ പല തടസ്സങ്ങൾ വരുമ്പോഴും ആ ബുധനാഴ്ചകളിലെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് അത് ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് കിട്ടിയത്. അപ്പോഴന്ന് മുതൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. ഇപ്പം BDS ഫൈനൽ ഇയറായിട്ട് കാനഡയിൽ പഠിക്കുന്നു. വിവാഹത്തിന് വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിശ്വാസത്തിന് അനുസൃതമായി നല്ലൊരു വിവാഹം നടക്കണമെന്നുള്ള ആ നിയോഗവും വെച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാം ദൈവം നടത്തി തന്നു. അതുപോലെ ഇപ്പോഴത്തെ പ്രാർത്ഥനയുടെ സമയത്താണെങ്കിലും കഴിഞ്ഞ ആഴ്ച ഞാൻ തൃശ്ശൂർ പോയി വന്നപ്പോൾ ഞാൻ വന്നിരുന്ന ബസ്സും വേറൊരു ബസ്സുമായിട്ട് 2 ഫാസ്റ്റ് തമ്മിൽ കൂട്ടിമുട്ടി. അതോടനെ എൻ്റെ കൈയുടെ ഓരത്തിന് നല്ല വേദനയായിരുന്നു. നമ്മൾ കരുതുന്നതിന് മുന്നിലായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. അപ്പം ഞാൻ തൃശ്ശൂർ പോകുന്നതിന് മുമ്പേ ആയിട്ട് നടുവിന് വേദനയ്ക്ക് ഇവിടെ ചെങ്ങന്നൂർ ഒരു തിരുമേൽ അവിടെ ബുക്ക് ചെയ്തിട്ടിരുന്നു. അപ്പം ഈ കൈവേദന നമ്മൾ ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ കൈവേദനയും ഇവിടെ വെച്ചോണ്ട് അങ്ങോട്ട് പോവുകയില്ല. പക്ഷേ കൈവേദനയ്ക്കും അവിടെ തിരുമിക്കണമെന്നൊക്കെ ദൈവ നിയോഗമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചും കഴിഞ്ഞപ്പോൾ അതിന് പരിപൂർണമായ ഒരു വിടുതൽ കിട്ടി. കൈ ഇങ്ങനെ പൊക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി എല്ലാം ദൈവം നമുക്ക് നന്മയ്ക്ക്. അതുപോലെ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലായിരുന്നു. ഞങ്ങൾ 2 പേരും. ഹസ്ബൻഡാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കൂടുതലുണ്ട്. ഞാൻ മലങ്കര സഭയിൽ നിന്നാണ് എന്നേക്ക് വന്നത്. അങ്ങനെ RC ആണ്. അപ്പം കൂടുതൽ വിശ്വാസത്തിലേക്ക് വളർത്താനും അവർക്ക് കിട്ടിയ വിശ്വാസമാണ് ഞങ്ങളെയും കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലായിരുന്നു. അവിടെയാണെങ്കിലും ഹസ്ബൻഡ് നാട്ടിലില്ലാത്ത സമയത്തും ഞങ്ങൾ ഉള്ളിലായ ഒരു വീട് വാങ്ങിച്ച് താമസിച്ചു. അപ്പോൾ നമുക്ക് ഉള്ളിലാണല്ലോ മനുഷ്യരെ ആരെയും കാണാൻ പറ്റുകയില്ലെന്ന ഒരു സന്തോഷക്കുറവ്. പക്ഷേ അവിടെ നിന്ന് നാട്ടിലേക്ക് മാറ്റം കിട്ടി വന്നപ്പോഴാണ് ദൈവം 2-3 വീടിൻ്റെ ഇടയെ നമുക്കൊരു വീട് തന്നേക്കുന്നത്. നമ്മളെ അവിടെ ഏറ്റവും സുരക്ഷിതരായിട്ട് ജീവിക്കണമെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ തൃപ്തിയില്ലാതെ കഴിയുമ്പോൾ ഏറ്റവും ഒടുവിലാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു എന്ന വിശ്വാസവും ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ മകൾക്ക് ദൈവം കൊടുത്ത അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.